Hello guys, how are you doing? Welcome back to my YouTube channel. മലബാർ മസാല ഞങ്ങള് ഒരു ചെറിയ ട്രാവൽ വ്ലോഗാണ് കേട്ടോ. ഇന്ന് എറണാകുളത്തേക്ക് ഒന്ന് ട്രാവൽ ചെയ്ത് കുറച്ച് ഫ്രണ്ട്സിനെയും ഫാമിലി ഫ്രണ്ട്സിനെയും കാണാനുണ്ട്. സോ അതിന് വേണ്ടിയിട്ട് ഒരു 2 days അവിടെ ഉണ്ടാവും. അതിന്റെ ഒരു ചെറിയ വ്ലോഗാണ്. സോ ഞങ്ങൾ രാവിലെ ഒരു 4:30 ആയപ്പം ഇറങ്ങുമെന്ന് വിചാരിച്ചു. പക്ഷെ 4:45 ഒക്കെ ആയപ്പോഴാണ് കേട്ടോ വീട്ടിൽ നിന്ന് ഇറങ്ങിയിട്ടുണ്ടായിരുന്നത്. അങ്ങനെ ഇപ്പൊ കാലിക്കറ്റ് കഴിഞ്ഞു. ഇനിയും ഒരുപാട് പോവാനുണ്ട്. രാവിലെ എഴുന്നേറ്റ് ഉറക്കത്തിലാണ് വന്നിട്ടുണ്ടായിരുന്നത്. അപ്പൊ തുടക്കത്തിൽ അതൊന്നും എടുക്കാൻ പറ്റിയില്ല. ഇപ്പൊ പിന്നെ കുറച്ച് വെളിച്ചൊക്കെ വന്നപ്പോ ഇൻട്രോ എടുക്കാന്ന് വിചാരിച്ചു. ഇനി എന്താ ഓൺ ദ വേയിൽ എന്തെങ്കിലുമൊക്കെ സ്പെഷ്യൽ ആയിട്ടുണ്ടെങ്കിൽ കാണിച്ചു തരാം. സോ ലെറ്റ്സ് ഗെറ്റ് ഇൻ ടു ദിസ് വീഡിയോ. പൊറോട്ടയും ഇഷ്ടവും എന്നോട് പറയുന്നില്ല. എന്റെ അമേരിക്കൻ ചോപ്സി കിട്ടോടെ അതൊന്നുമില്ല. നമ്മള് ചോദിക്കാൻ അവിടെ നിന്ന് കഴിക്കും. പൈസ അല്ലേ? നല്ല രസത്തോണ്ട് കഴിച്ചു. കുറച്ച് പേര് ആവശ്യത്തിലേറെ വെയിറ്റ് ചെയ്ത് ആവശ്യമില്ലാതെ വെയിറ്റ് ചെയ്തു. അത്യാവശ്യം പേടയും കൂടെ വാങ്ങിച്ചു പോവാനോ. ബാക്ക് ടു ദ പാലസ്. റൈറ്റ് തന്നെ പോവാ. ഇതുപോലുള്ള ഒരു ആന നമ്മുടെ ലൈഫിൽ നമുക്ക് കാണാൻ പറ്റത്തില്ല. ആന പെടയാന ആനനെ കണ്ടിട്ട് അമ്പലത്തിന്റെ അവിടെയല്ല, പിന്നെ അപ്പുറത്ത് അപ്പുറത്ത് എവിടെ എത്തിയത് പറയാം. അപ്പുറത്താണ് ഇത് മെയിൻ റോഡ്. എവിടെ എത്തിയത്? ഇതിപ്പം നമ്മള് ഇങ്ങോട്ട് പോയില്ല, അവിടുത്തെ അങ്ങോട്ടേക്കല്ല, അല്ല നേരെ ഗേറ്റിലേക്ക് റെയിൽവേ ട്രാക്കിന്റെ അപ്പുറത്തേക്ക്. എറണാകുളം എത്തിയോ? എറണാകുളം എത്തി. എടപ്പള്ളി എത്താമോ? ഞങ്ങള് അല്ല ആദ്യം തന്നെ ഓക്കെ ഞങ്ങള് നന്ദുന ആദ്യം ഡ്രോപ്പ് ചെയ്യണം. നന്ദുന മൃദയിലെ താരാണിത് അല്ലേ? യെസ്, ഇത് മഴ താരം. നന്ദു അവിടെ വർക്ക് ചെയ്യുന്നത്. അപ്പൊ അവനവിടെ ഡ്രോപ്പ് ചെയ്തിട്ട് ഞങ്ങള് ഫുഡ് കഴിക്കും. അല്ലെ, എനിക്ക് ഫുഡ് ഇല്ല കേട്ടോ. ഞങ്ങള് ഫുഡ് കഴിക്കും. പിന്നെ ഇവിടെ എത്തിട്ടോ സിഗ്നൽ വെട്ടെ. ചുച്ചു നമ്മള് ഹോട്ടലിൽ പോയി സിഗ്നലോ നമ്മള് ഒന്ന് ഒതുക്കി എടുത്തിക്കോ. അങ്ങോട്ട് കയറ്റി എടുത്തിക്കോ. ഞങ്ങൾക്ക് ചിലപ്പോ ഹോട്ടലിൽ പോയിട്ട് ഇറങ്ങും, അല്ലെങ്കിൽ വേറൊരു സ്ഥലത്തേക്ക് നോക്കിയേ. നമ്മൾ ഹോട്ടലിൽ പോയിട്ടാണോ ഇറങ്ങുന്നത്, അല്ല നേരെയാണോ പോകുന്നത്? എവിടെയാണ് ബുക്ക് ചെയ്ത് അറിയില്ല. ഈ പിള്ളേരെയും കൊണ്ട് ഹുബൂറസിൽ പ്രഭാഷണം ഇന്ത്യൻ ഗ്രാൻഡ് മുഫ്തി പറ. നമ്മള് പൊന്നൂന്റെ അടുത്തേക്ക് എങ്ങനെയാ പോകുന്നേ? വൈകിട്ടോ ഹോട്ടലിൽ പോയിട്ടല്ലേ പോകുന്നേ? ഓക്കെ, ഞങ്ങള് ഹോട്ടലിൽ പോയിട്ട് ഒന്ന് ഫ്രഷ് ഒക്കെ ആയിട്ടേ പോകുന്നുള്ളൂ. ഇരുന്ന് മടുത്തു കേട്ടോ. ഇപ്പൊ ഒരു 6 hours അടുത്താണ് ഞങ്ങൾ ഡ്രൈവ് ചെയ്യുന്നത്. അവിടെ എത്തിയോ നിങ്ങള്? അമ്മ എല്ലാവർക്കും എനിക്ക് മെസ്സേജ് വന്നല്ലോ അമ്മയുടെ. അങ്ങനെ നല്ല വിശക്കുന്നൊക്കെ ഉണ്ട്. ഭയങ്കര ടയർഡാണ്. ഞാനൊന്നും ചെയ്തില്ല, പുറകിലിരുന്ന് ഉറങ്ങുമായിരുന്നു. ഇവര് രണ്ടുപേരാണ്. അതെ, വിശന്നു. ഓക്കെ ഗൈസ്, ഇനിയിപ്പോ ഹോട്ടലിൽ എത്തിയിട്ട് അല്ല നന്ദുവിനെ ഡ്രോപ്പ് ചെയ്യുന്ന ഇവര് രണ്ടുപേരും അമൃതയിലാണ് കേട്ടോ പഠിച്ചതും വർക്ക് ചെയ്തതൊക്കെ. ഇവനിപ്പോ വർക്ക് ചെയ്യുന്നതും അർജു മുമ്പ് അമൃതയിലും പഠിച്ചതാണ്, വർക്ക് ചെയ്തതാണ്. സോ ഞാൻ ഒരു പറഞ്ഞതേ ഉള്ളൂ. ഓക്കെ, നമുക്ക് അമൃത എത്തിയിട്ട് കാണാം കേട്ടോ. നന്ദുവിന്റെ വീട് എത്തി ഗൈസ്. തിരിച്ചു തരാം. അയ്യോ, നന്ദുവിനെ ഡ്രോപ്പ് ചെയ്യാണ്. അവൻ ബൈക്ക് എടുക്കണം. അവൻ ബൈക്ക് ഇവിടെ പാർക്ക് ചെയ്ത് വെച്ചിട്ടുണ്ട്. അവിടെ നന്ദു ബൈക്കുമായിട്ട് പുറത്തേക്ക് ഇതാണ്. ഞാൻ ഫ്രണ്ടിലോട്ട് പോട്ടെ.
ഇവിടെ വന്ന് കണക്ട് ചെയ്ത് ഇവിടെ കണക്ട് കണക്ട് ചെയ്തു. ഓളെ എടുത്താ അടുത്തെടുത്ത് അപ്പോ അവനൊരു ബൈക്കിൽ വരും കേട്ടോ, ഞങ്ങള് കാറിൽ പോവാം. പോവാം. ടയേർഡായി കുഞ്ഞ്. നന്ദുനെ അവിടെ ഡ്രോപ്പ് ചെയ്തു, ആ വീട്ടിലേക്ക് പോവാൻ. വളഞ്ഞു വെച്ചില്ലല്ലോ. പിന്നെ ഈവനിങ് ഞങ്ങൾ വീണ്ടും മീറ്റ് ചെയ്യും. ഞാൻ കയറാന്നാ അങ്ങോട്ട് ഡ്യൂട്ടിക്ക്. എങ്ങനെ സാധിക്കുന്നതാവേ, എന്തെങ്ങനെ സാധിക്കുന്ന ബൈ. ഹായ്. അവിടെ ഞങ്ങൾ നേരെ ലുലു മോളിലേക്കാണ് കേട്ടോ പോയിട്ടുണ്ടായിരുന്നത്. ഞങ്ങൾക്ക് ലഞ്ച് കഴിക്കണം, പിന്നെ ഹോട്ടലിലും പോയിട്ട് ചെക്ക് ഇൻ ചെയ്യണം കേട്ടോ. സോ രണ്ടിനും കൂടെ എളുപ്പം അവിടെ ആയതുകൊണ്ട് അങ്ങോട്ടാണ് പോയിട്ടുണ്ടായിരുന്നത്. അപ്പൊ നാളെ ഫ്രീയാ കേട്ടോ. ഇങ്ങനെ പോവാം. ബിരിയാണിയാണോ? ബിരിയാണി വേണ്ട, ബിരിയാണി മേൽക്ക് പോവാം. നമ്മള് മീൽസ് ആണ് കേട്ടോ ഓർഡർ ചെയ്തത് ലുലു മാളിൽ നിന്ന്. പെട്ടെന്ന് കിട്ടിയല്ലോ. ഇങ്ങനെയാണത്. വേണ്ട, ഫിഷ് കറി എന്തൊക്കെയുണ്ട് കേട്ടോ, കഴിച്ചു നോക്കട്ടെ എങ്ങനെ. ചുവല്ലേ നല്ല ടേസ്റ്റുള്ള രസമാണ്. നല്ല ഫുഡ്. രസം എങ്ങനെയുണ്ട്? എനിക്കിഷ്ടായി. പായസോ? ട്രൈ ചെയ്തിട്ട് അതിനൊഴിച്ചോ? എന്ത് കഴിച്ചു? കണ്ടോ? പോരാ. ഞങ്ങള് ഫുഡൊക്കെ കഴിച്ചിട്ട് ഇറങ്ങി കേട്ടോ. നല്ല ഫുഡായിരുന്നു. പാരഗണ എവിടെ നമ്മള് കഴിച്ച സൽക്കാരം അല്ലേ. രാവിലെ മുതൽ കാര്യമായിട്ടൊന്നും കഴിക്കാത്തോണ്ട് ചോറ് തന്നെ കഴിക്കാൻ തോന്നി. ലഞ്ചായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നെ. ഐ മീൻ ചോറായിരുന്നു കഴിച്ചിട്ടുണ്ടായിരുന്നത്. നല്ല ടേസ്റ്റ് ഉണ്ടായിരുന്നു കേട്ടോ. സൽക്കാരം ഞങ്ങള് UAE നിന്നും കഴിക്കുന്നതാണ്, അടിപൊളിയാണ് കേട്ടോ. ഇവിടുന്ന് ഞാൻ അധികം കഴിച്ചിട്ടില്ല, അപ്പൊ ഇതും അടിപൊളിയായിരുന്നു. ഇനി ഞങ്ങള് ഹോട്ടലിലേക്ക് പോവാണ്. 3 മണിയാണ് ഞങ്ങളെ ടൈം ചെക്ക് ഇൻ ചെയ്യേണ്ടത്. ഇപ്പൊ 3 മണിയായി. ഇവിടുന്ന് ഒരു 3-4 മിനിറ്റ് പോകാനേ ഉള്ളൂ. ഇനി അവിടെ എത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണാം കേട്ടോ. അങ്ങനെ നല്ല ഉറക്കം വരുന്നുണ്ട് കേട്ടോ. രാവിലെ എന്താണ് 4 മണി ഒന്നും കഴിച്ചില്ലല്ലോ, ബ്രേക്ക്ഫാസ്റ്റ് ഒന്നും കഴിച്ചില്ല. അതിന്റെ ഇടയിൽ ഒരു പൊറോട്ട കഴിച്ചു. രാവിലെ തന്നെ പൊറോട്ട കഴിച്ചിട്ട് അത് ഭയങ്കര എനിക്ക് ഒട്ടും കംഫർട്ട് അല്ലായിരുന്നു കേട്ടോ സ്റ്റൊമക്കിന്. ഇതായിരിക്കില്ലേ ചോദിച്ചു നോക്കാം. ഫൈനലി ഇവിടെ എത്തി. ഇനി എത്തിയിട്ട് എനിക്ക് നേരെ ഒന്ന് കിടന്നുറങ്ങണം കേട്ടോ. ഇതായിരിക്കില്ലേ? ഇതായിരിക്കും. ഓക്കേ. ഞങ്ങളിവിടെ റൂമിലേക്ക് പോവാണ് കേട്ടോ.
ഓക്കെ ഗായ്സ്, ഇതാണ് ഞങ്ങളുടെ റൂം. ഇഷ്ടപ്പെട്ടോ? പിന്നെന്താ ഇവിടെ വാഷ്റൂം. ഇനി സുഖമായിട്ടൊന്ന് ഉറങ്ങണം, അതാണ് അടുത്ത പരിപാടി. എന്നിട്ട് വേണം പുറത്തേക്കൊക്കെ ഒന്ന് ഇറങ്ങാൻ വേണ്ടിട്ട്. ഓക്കെ, പുറത്തേക്ക് ഇറങ്ങാൻ പോവാണ് കേട്ടോ. അർജുന്റെ ഫാമിലി ഫ്രണ്ടിന്റെ വീട്ടിൽ പോവാനുണ്ട്. സോ നല്ല ഫ്രഷ്നപ്പ് ആയി, തലയൊക്കെ കുളിച്ചു കേട്ടോ. ഇനി ഒന്ന് മുടിയൊന്നും ഉറപ്പിയെടുക്കല്ലോ, അതുപോലെ എനിക്ക് ഒന്നും സ്റ്റൈൽ ചെയ്യാൻ പറ്റില്ല. ഞങ്ങള് റെഡി ആയിട്ട് പുറത്തേക്ക് ഇറങ്ങാണ് കേട്ടോ. പൊന്നുവിന്റെ വീട്ടിലേക്കാണ് പോകുന്നത്. പൊന്നു ആരാന്ന് പറഞ്ഞ ഫാമിലി ഫ്രണ്ട്. സോ ഇനി പുറത്തെത്തിയിട്ട് ബാക്കി കാര്യങ്ങളൊക്കെ കാണിച്ചു തരാം. ബൈ. Okay. What? I thought it was perfume. And clean. Oh, nice. Thank you. പെണ്ണ് വാങ്ങിച്ചിടാറുണ്ടോ? ഫോട്ടോ കണ്ടില്ല. ഡിജിറ്റൽ ഇതായിരുന്നു, അതായിരുന്നത്. ഇത് ടൈം മനസ്സിലാക്കാത്തിന് ഒരു ഫാൻസിക്ക് ഇടാത്തോളൂ. ടൈം ഒക്കെ എന്നോട് ചോദിക്കരുത്, ഞാൻ മൊബൈലിൽ നോക്കി ടൈം പറയും. നൈസ്. സ്വിമ്മിംഗ് പൂൾ അടുത്തല്ലേ പാർക്ക് ചെയ്ത്, അവിടെയാണ് പാർക്ക് ചെയ്താണ് സെക്യൂരിറ്റി പറഞ്ഞത്. കണ്ടില്ലേ? അതിനെ കണ്ടില്ലേ സ്വിമ്മിംഗ് പൂള്? ഇല്ല, എന്റെ ഫോൺ ഇവിടെ. ഫോട്ടോ വേണ്ടേ? എവിടെയാണ് സ്പോട്ട്? വിളിച്ചിട്ടുണ്ടോ അവിടെ? ഇത് ആരാന്ന് പറഞ്ഞിട്ടില്ലല്ലോ. This is Kono. വോയിസ് ഓവർ കേറ്റാൻ മതി. വിളിച്ചല്ലേ? ഞാൻ ചേച്ചി ബ്ലോഗ്സ് ഒക്കെ എടുത്തതാ, അത് അപ്ലോഡ് ചെയ്തില്ല. ചേച്ചി പറഞ്ഞ മഞ്ചേരിയിലൊക്കെ അവര് കണ്ട എന്ത് വിചാരിക്കുന്നൊക്കെ ചോദിച്ചു. അയ്യോ, അതല്ല ഞാൻ എടുത്തോട്ടോ. ചേച്ചി എന്താ നോക്കുന്നേ? എന്താ നോക്കുന്നേ? ഗായ്സ്, ഞങ്ങള് തിരികെ വീട്ടിലെത്തി. ആരാ വന്നേ നോക്കൂ, നന്ദു. ഇവിടെ എത്തിയിട്ടുണ്ട്. നന്ദു. ഞങ്ങള് പുറത്തേക്ക് വീണ്ടും പോവാണ് ഫുഡ് കഴിക്കാൻ വേണ്ടിട്ട്. അങ്ങനെ വെയിറ്റ് ചെയ്യായിരുന്നു കേട്ടോ. ഞങ്ങള് നേരത്തെ പുറത്ത് പോയിട്ട് തിരിച്ചു വന്നു. പൊന്നിന്റെ വീട്ടിലൊക്കെ പോയി തിരിച്ചു വന്നു. വീണ്ടും ഹോട്ടലിൽ കയറി ഇനി വീണ്ടും പുറത്തേക്ക് ഇറങ്ങി. നല്ല വിശക്കുന്നുണ്ട്. ഇപ്പൊ 11 മണിയായി. എടാ, ഇപ്പൊ റെസ്റ്റോറന്റ് ഒക്കെ ഉണ്ടാവില്ലേ? റെസ്റ്റോറന്റ് നമുക്ക് നോക്കാം. ഉണ്ടാവണം. ഓക്കെ. ഞങ്ങള് ഫുഡ് ഹണ്ടിങ് ആണ്. ഈ സമയത്ത് ഇനി നല്ല റെസ്റ്റോറന്റ് ഉണ്ടോന്ന് അറിയില്ല. 11:30 ആയി. എനിവേ ലെറ്റ്സ് സീ. അങ്ങനെ ഞങ്ങള് ഫുഡ് കഴിക്കാൻ വേണ്ടി ഒരു റെസ്റ്റോറന്റിൽ എത്തിയേട്ടോ. നന്ദു ഇവിടെ വർക്ക് ചെയ്യുന്നോണ്ട് അവനിവിടുത്തെ സ്ഥലങ്ങളൊക്കെ കറക്റ്റായിട്ട് അറിയായിരുന്നു. അതുകൊണ്ട് അധികം തപ്പി നടക്കേണ്ടി വന്നില്ല. ഒരു സ്പോട്ട് പെട്ടെന്ന് കണ്ടുപിടിച്ച് അങ്ങോട്ടേക്ക് തന്നെ വന്നു കേട്ടോ. ഞങ്ങൾ ഓർഡർ ചെയ്തിട്ടുണ്ടായിരുന്ന ഫുഡ് അഫ്ഗാനി ചിക്കൻ, പിന്നെ ചിക്കൻ ഗ്രിൽഡ്, ബട്ടർ നാൻ, അതൊക്കെ ആയിരുന്നു കേട്ടോ. കുറച്ചു നേരം വെയിറ്റ് ചെയ്യേണ്ടി വന്നു ഫുഡ് കിട്ടാൻ വേണ്ടിയിട്ട്. പക്ഷെ എന്നാലും നല്ല ടേസ്റ്റ് ഉള്ള ഫുഡായിരുന്നു കേട്ടോ. അത് കഴിഞ്ഞ് ഞങ്ങൾ നേരെ തിരിച്ച് ഹോട്ടലിലേക്ക് പോവാണ്. നന്ദുവിന് ബൈക്കും കൂടി എടുത്തിട്ട് ഇനി അവന്റെ സ്ഥലത്തേക്ക് പോകണം കേട്ടോ. ഞങ്ങൾ ഇന്നത്തെ കലാപരിപാടികളൊക്കെ കഴിഞ്ഞു. ബൈ ബൈ. സത്യം പറഞ്ഞാല് കിടന്നത് മാത്രമേ ഓർമ്മയുണ്ടായിരുന്നുള്ളൂ കേട്ടോ. നല്ല ടയേർഡായിരുന്നു. അതുകൊണ്ട് തന്നെ നല്ലൊരു ഉറക്കമായിരുന്നു കേട്ടോ. രാവിലെ എഴുന്നേറ്റ് ഒന്ന് ഫ്രഷ്നപ്പായി കുറച്ചേരം റൂമിലിരുന്നു. ഇതായിരുന്നു കേട്ടോ ഞങ്ങളുടെ റൂമിന്റെ വ്യൂ എന്ന് പറയുന്നത്. ഒരു പൂൾ വ്യൂ ഉള്ള റൂമായിരുന്നു കിട്ടിയിട്ടുണ്ടായിരുന്നത്. അതുകൊണ്ട് തന്നെ നല്ല രസമായിരുന്നു പുറത്തേക്കൊക്കെ നോക്കി കാഴ്ചകളൊക്കെ കണ്ടിരിക്കാൻ വേണ്ടിയിട്ട് കേട്ടോ. ഇനിയിപ്പോൾ പരിപാടി എന്ന് പറയുന്നത് റെഡി ആയിട്ട് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ പോകണം.
പിന്നെയും കുറച്ച് പരിപാടികളുണ്ട് കേട്ടോ. അങ്ങനെ ഞങ്ങള് നേരെ ബ്രേക്ക്ഫാസ്റ്റ് കഴിക്കാൻ വന്നു കേട്ടോ. നല്ല അടിപൊളി ബ്രേക്ക്ഫാസ്റ്റ് ആയിരുന്നേ. എല്ലാ ഐറ്റംസും ഉണ്ടായിരുന്നു. അതുകൊണ്ട് തന്നെ നമ്മുടെ നാടൻ ഫുഡുകളും ബാക്കിയുള്ള കോണ്ടിനെന്റൽ ആയിട്ടുള്ള ഫുഡുകളും എല്ലാം ട്രൈ ചെയ്തു കേട്ടോ. പിന്നെ നേരെ വന്ന് റെഡിയാവാൻ തുടങ്ങി. ഇന്ന് ഞങ്ങൾ റൂമിൽ നിന്ന് ചെക്കൗട്ട് ചെയ്യാണ് കേട്ടോ. ഇന്ന് നൈറ്റ് ഞങ്ങൾ നാട്ടിലേക്ക് തിരിച്ചു പോകും. റൂമൊക്കെ ഒന്ന് നീറ്റാക്കിയിട്ടു. നമുക്ക് തന്ന പോലെ അല്ലെങ്കിലും അതിനോടൊരു 80% എങ്കിലും നീതി പുലർത്തി എന്ന് ഞാൻ വിചാരിക്കുന്നു. എല്ലാം നീറ്റാക്കിയിട്ട് അവിടുന്ന് ഇറങ്ങി കേട്ടോ. ചെക്കൗട്ടൊക്കെ ചെയ്ത് ഞങ്ങൾ നേരെ ലുലു മാളിൽ വന്ന് കുറച്ച് ഷോപ്പിംഗ് ഉണ്ടായിരുന്നു അർജുന്റെ ബർത്ത്ഡേക്ക് വേണ്ടിയിട്ടുള്ള. അപ്പോൾ അതിന് കുറച്ച് നേരം അവിടെ സ്പെൻഡ് ചെയ്തു കേട്ടോ. കുറച്ചധികം നേരം സ്പെൻഡ് ചെയ്തിട്ടുണ്ടായിരുന്നു. റെക്കോർഡ് അധികം. ഹലോ ഗായ്സ്, ഇപ്പൊ നമ്മളിന്ന് പോകുന്നത് കടമക്കുടി ഗായ്സ്. നമ്മളിന്ന് പോകുന്ന സ്ഥലം കടമക്കുടി. ഹായ് ഗൈസ്, വെൽക്കം ബാക്ക് ടു മൈ യൂട്യൂബ് ചാനൽ. ഇത്രയും നമ്മൾ അറിഞ്ഞിട്ട് വീണ്ടും കയറുന്നു. നിങ്ങൾ അങ്ങനെ പരിചയം ഉണ്ടാവില്ലല്ലോ ഇൻട്രോ. This is Dave from Kochi guys. ഓവറായിട്ടുണ്ടേ. ഇങ്ങോട്ട് പോ. അയ്യോ, ഞങ്ങള് കടമക്കുടി വരെ പോവാണ് കേട്ടോ. അല്ലേ, കറക്റ്റ് അല്ലേ? കടമക്കുടി. പിടിച്ചോളൂ. സോ ഇനി അവിടെ എത്തിയിട്ട് ബാക്കി വിശേഷങ്ങളൊക്കെ പറയാം. കൊടിയല്ലേ? നമ്മള് കടമക്കുടിയിലേക്കാണ് പോകുന്നത്. കടമക്കുടി നേരെ പോയിട്ട് അടുത്തോട്ട് പോകണം. റെക്കോർഡ് ചെയ്യട്ടാ. കൊടിയല്ലേ? നേരെ പോയിട്ട് ഇടത്തോട്ട്. അപ്പൊ കടമക്കുടി. കുറച്ച് ഒരു 10 കിലോമീറ്റർ കിഴക്കോട്ട് ഗൈസ്, കിഴക്കോട്ട്. നേരെ പോയി ഗേൾ ഫ്രണ്ട്സിനെ കൊണ്ട് അവിടെയൊക്കെ കറങ്ങുന്നതാണ്. നല്ല സ്പോട്ടാണ്. കണ്ടിട്ടുണ്ട്. നീയല്ലേ പറഞ്ഞ നല്ല സ്പോട്ടാണെന്ന്. അത് ശരി, ഓക്കെ. അവിടെ എത്തിയിട്ട് നല്ലതാണോ നല്ല സ്പോട്ടാണ് ഗൈസ്. എന്താ അവസ്ഥ എന്ന് പറയാട്ടോ. നല്ല സ്പോട്ടാ, നല്ല സ്പോട്ടാ. നന്ദു, അതിന്റെ ഐതി പണ്ട് കടമക്കുടിയുടെ ഐതിഹ്യമാണ് പറയാൻ പോകുന്നത്. നാലംഗ കുടുംബം കടം മേടിച്ച് കടം മുടിഞ്ഞ് അവിടെയാണ് ആത്മഹത്യ ചെയ്തത്. അങ്ങനെയാണ്. നാടിന്റെ പേരാണ് മരണം. കടമെന്നാണ് പേര്. ഇല്ല, കടമന്റെ 2 മക്കളും, കടമൻ ചേട്ടന്റെ 2 മക്കളും വൈഫും കൂടെ കുടിയടങ്ങിയ സ്ഥലം. ഇതാണ് കടമക്കുടി. ക്ലോത്ത് ലേസർ. അതാണപ്പൊ നമ്മുടെ ഈ സ്ഥലത്തിന്റെ ഹിസ്റ്ററി. ഹോട്ടലിന്റെ അടുത്തുനിന്ന് ഒരു 25 മിനിറ്റ്സ് അത്രയും ഡ്രൈവ് ഉണ്ടായിരുന്നുള്ളൂ കേട്ടോ. അങ്ങനെ പോകുന്ന സ്ഥലങ്ങളൊക്കെ ഭയങ്കര ബ്യൂട്ടിഫുൾ ആയിരുന്നു. 2 സൈഡിലും കൂടെ കാണാൻ വേണ്ടിയിട്ട് നല്ല ഭംഗിയുണ്ടായിരുന്നു കേട്ടോ. അതേപോലെ തന്നെ നല്ല തിരക്കും ഉണ്ടായിരുന്നു. 2 സൈഡിലായിട്ട് കാറും ബൈക്കും ഒക്കെ പാർക്ക് ചെയ്തിട്ട് നമുക്ക് മര്യാദയ്ക്കൊന്ന് ഡ്രൈവ് ചെയ്യാനോ നടക്കാനോ പോലും പറ്റുന്നുണ്ടായിരുന്നില്ല. അതുകൊണ്ട് ഞങ്ങള് ബുദ്ധിപരമായി കാറ് വളരെ ബാക്കിലായിട്ടാണ് കേട്ടോ പാർക്ക് ചെയ്തിട്ടുണ്ടായിരുന്നത്. തിരിച്ചു പോകുമ്പം എങ്ങനെ പെട്ടെന്ന് എടുക്കാന്നുള്ള രീതിയിൽ ഞങ്ങള് പാർക്ക് ചെയ്തു കേട്ടോ. നല്ല റഷാണ്. വരെ സ്ഥലം പോണതാണ്. ക്യാമറമായി വെള്ളച്ചാട്ടത്തിൽ വെള്ളത്തിലേക്ക് പോകുന്നു. ഞങ്ങൾ കുറച്ച് എപ്പോഴായിട്ട് വായിക്കാൻ പോവാണ്. എൻ്റെ ഫേവറേറ്റാണ്, ഞാൻ എപ്പോഴും പറയാറുണ്ട്. സോ ഇവിടെയും കണ്ടു പോയിട്ട് വായിക്കട്ടെ. ഭംഗിയുള്ള സ്ഥലമാണ് കേട്ടോ. ഭയങ്കര പീസ്ഫുൾ ആയിട്ടുള്ള സ്ഥലം. പക്ഷെ നല്ല തിരക്കുണ്ട്, പക്ഷെ ഇഷ്ടം നല്ല ഭംഗി. ഒരു പ്ലേറ്റിലെടുത്തോ. എനിക്ക് നെല്ലിക്ക. ഞാൻ പോക്കറ്റിടാം. നോക്കിയാ നല്ല ഫ്രെയിം. ഭയങ്കര രസമായിരുന്നു കേട്ടോ ഇവിടെ സ്ഥലങ്ങളൊക്കെ. ഞാനിതിന് ആക്ച്വലി ഇതിലേക്ക് ഇറങ്ങുമ്പോൾ ആ സ്ഥലത്തിന്റെ പേര് നോക്കിയിട്ടുണ്ടായിരുന്നില്ല കേട്ടോ. ഇതെന്താണ് സംഭവം എന്ന് അറിയില്ലായിരുന്നു. തിരിച്ചു പോകുന്ന വഴിയിലാണ് ഞാൻ അവിടെ ബോർഡ് കണ്ടിട്ടുണ്ടായിരുന്നത്. ഇത് ചെമ്മീൻ കെട്ടാണ് കേട്ടോ. അതായത് ചെമ്മീൻ കൃഷി നടത്തുന്ന സ്ഥലം. പക്ഷെ ഇപ്പൊ കറന്റ്ലി ഇവിടെ കൃഷി ഉണ്ടോ എന്നുള്ള കാര്യം എനിക്കറിയില്ല. കാരണം ഇവിടെ മൊത്തം വിസിറ്റേഴ്സ് ആയിരുന്നു കേട്ടോ. കയറാൻ പോവാണ് കേട്ടോ.
ഭയങ്കര അഡ്വഞ്ചറസ് ആണ്. സൂക്ഷിക്കണം. നല്ല സ്ഥലമല്ലേ? നല്ല സ്ഥലം അല്ലേ? ഷട്ടർ തുറക്കുമ്പോഴാണ് ഇനി അങ്ങോട്ട് ചാടിയിട്ട് വീഴുന്നു. ചെമ്മീൻ കിട്ടുന്നത് ബോർഡ് എന്താന്ന് കറക്റ്റ് എനിക്കറിയാം. എന്തുകൊണ്ടത് ഇത് ചെമ്മീൻ കെട്ടല്ല, ചെമ്മീൻ കെട്ടൊന്നും ഇല്ലാന്ന് തോന്നുന്നു. ഇവരെന്തോ ചെയ്യുന്നുണ്ടാവും ഇവിടെ. എന്തിനുണ്ടോ ഇവിടെ എന്തേലും കൃഷി വല്ല കാര്യം ഉണ്ടാവും. അവിടെ ഞാൻ ബോർഡ് കണ്ടു ചെമ്മീൻ കെട്ടാ. അപ്പൊ ചെമ്മീൻ കൃഷിയാക്കി. ചെമ്മീൻ കെട്ട് ഇത്ര വലുതായിരിക്കോ? ചെമ്മീൻ കെട്ടും നല്ലത് കരിമീൻ കെട്ടാ. കരിമീനോ അല്ലെങ്കിൽ വാട്ടർ റിസർവ് പോലെയാണ്. വാട്ടർ നല്ല ഭംഗിയുണ്ട്. മുല്ലപ്പെരിയാർ എവിടെയായിട്ട് വരുന്നത്? ചെറുത്താണ്ട് ഇറങ്ങ കായലിൽ പോവാ. ഞങ്ങൾ ഒരുപാട് ഡിസ്റ്റൻസ് നടന്നു കേട്ടോ. കുറേ ദൂരം നമുക്ക് നടക്കാൻ വേണ്ടിയിട്ടുണ്ട്. ഭയങ്കര calm and quiet ബ്യൂട്ടിഫുൾ ആയിട്ടുള്ള ഒരു പ്ലേസ് ആണ് കേട്ടോ അത്. യു ഗൈസ് വുഡ് ലവ് ദിസ് പ്ലേസ്. ഈവനിങ് ഒരു സൺസെറ്റ് ടൈമിലൊക്കെ വരണം. അപ്പോഴാണ് ഭയങ്കര ഭംഗിയിൽ ആ ഒരു കറക്റ്റ് ആയിട്ടുള്ള ഭംഗി നമുക്ക് കാണാൻ പറ്റുന്നത് കേട്ടോ. ഇങ്ങനെ നടന്നു പോകാൻ അതൊക്കെ കാണുന്നുണ്ട്. കുറച്ച് ലേറ്റ് ആയി, പക്ഷെ ഞങ്ങൾ അവിടെ വരെ ഒന്ന് പോകുന്നുണ്ട് കേട്ടോ. ഞാൻ ബാക്ക് ക്യാമിൽ കാണിച്ചിരാം. ആ കാണുന്നതാണ് ഒരു ചെറിയ തീർത്ഥാടനം. ഇതിൽ കറക്റ്റ് മനസ്സിലാവുന്നുണ്ടാവില്ല, പക്ഷെ അവിടെ എത്തിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഒന്നുകൂടെ വിസിബിൾ ആയിട്ട് കാണാൻ പറ്റും. സോ ലെറ്റ് ആൻഡ് സീ. ഈ കാണുന്നതാണ്. നമുക്ക് അവിടെ വരെ ഒരു തുരുത്തല്ലേ, അവിടെ പോകാൻ പറ്റില്ലേ? യെസ്, തുരുത്ത്. നമുക്ക് പോയി നോക്കാം. കം, ലെറ്റ്സ് ഗോ. അതിനിടയിൽ ഞങ്ങൾ കുറച്ച് ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുത്തിട്ടുണ്ടായിരുന്നു കേട്ടോ. ലൈറ്റ് പോയിട്ടുണ്ടായിരുന്നു, പക്ഷെ നല്ല സീനറി ആയിരുന്നു കേട്ടോ. അതുകൊണ്ട് തന്നെ കുറച്ച് നല്ല ഫോട്ടോസും വീഡിയോസും ഒക്കെ എടുക്കാൻ പറ്റി. ആ കാണുന്നിടത്ത് പോവാൻ വേണ്ടിയിട്ടായിരുന്നു വന്നിട്ടുണ്ടായിരുന്നത്, പക്ഷെ അവിടെ വരെ ഇപ്പൊ പോകുന്നില്ല. തിരിച്ചു പോവാണ്. സെയിം തന്നെയാണ് ഈ ഒരു വഴി. ഇങ്ങനെ നേരെ പോയി കഴിഞ്ഞാല് ഇതേപോലെ ഇതിന്റെ ഓപ്പോസിറ്റ് ഡയറക്ഷനിലും വഴിയുണ്ട് കേട്ടോ. അവിടെ അതിലേയും പോകാൻ പറ്റുന്നതാണ്. ഞങ്ങൾ ഈ ഒരു ഡയറക്ഷനിലാണ് വന്നത്. സോ അടിപൊളിയാണ്. തിരിച്ചു പോവാണ്. കുറച്ച് ഇരുട്ടാവാൻ തുടങ്ങി കേട്ടോ. ഞങ്ങൾ പോവാണ്. നടന്നൊരു പരിവാണ്. അതാണ്. അങ്ങനെ ഞങ്ങൾ ഇനി തിരിച്ചു പോവുകയാണ് കേട്ടോ. ഇവിടെയുള്ള കറക്കവും എല്ലാം കഴിഞ്ഞു. ഏകദേശം 2 ദിവസം തന്നെ ഇവിടെ ഉണ്ടായിരുന്നു കേട്ടോ. ഇനി എന്താണ്, കുറച്ച് ഷോപ്പിംഗ് കൂടെ ബാക്കിയുണ്ട്. പിന്നെ ഡിന്നർ കഴിക്കണം. അതെല്ലാം കഴിഞ്ഞിട്ട് ഞങ്ങള് നാട്ടിലേക്ക് തിരിക്കും കേട്ടോ. നന്ദു വരുന്നില്ല, നന്ദു ഇവിടെ നിൽക്കുവാണ്. അവനിനി അടുത്ത വെക്കേഷൻ ടൈമിലേ വരുള്ളൂ കേട്ടോ. ദാറ്റ്സ് ഓൾ ഫോർ ടുഡേ. ഇനി അടുത്തൊരു വ്ലോഗുമായിട്ട് വീണ്ടും കാണുന്നവരെ ടിൽ ദെൻ ടാറ്റാ ബൈ ബൈ.